ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് എക്സാം ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളും കൂടി നോക്കി പോവാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ പിക്ചറാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം പറയുന്നത് എന്താണ്? ഏതെങ്കിലും 2 ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ക്രെയിൻ അല്ലേ. അതുപോലെ തന്നെ ഫിഷ്, ഫ്രോഗ്, ക്രെയിൻ അങ്ങനെ എഴുതാം. പ്ലാന്റ്, വേം, ഫ്രോഗ് അത് വേണം. വിച്ച് ഓർഗാനിസം ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ഈച്ച് ഓഫ് ദ ഫുഡ് ചെയിൻ യു ഹാവ് റിട്ടൺ? എല്ലാ ഫുഡ് ചെയിനിലും ആദ്യത്തെ ഓർഗാനിസം എന്ത് തന്നെയാണ്? ഗ്രാസ് തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് പറയാം. ടു വിച്ച് കാറ്റഗറി ഡു ദിസ് ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് അവ പെടുന്നത്? അവർ പെടുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന കാറ്റഗറിയിലാണ്. പ്രൊഡ്യൂസേഴ്സ് ആണ് പ്ലാന്റ്സ് വരുന്നത്. ഇനി എന്താണ് അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഓപ്ഷനാണ് ചോദിക്കുന്നത്. ആന്തോസയാനിൻ ഈസ് എ പിഗ്മെൻറ്റ് ദാറ്റ് ഗിവ്സ് യെല്ലോ കളർ ടു യെല്ലോ നെറിയം ഫ്ലവർ. ആണോ? യെല്ലോ കളർ ഒരിക്കലും ആന്തോസയാനിൻ കൊടുക്കില്ല. റെഡ് കളറും പർപ്പിൾ കളറൊക്കെയാണ് ആന്തോസയാനിൻ ഉണ്ടെങ്കിൽ വരുന്നത്. സാന്തോഫിൽ ഈസ് എ പിഗ്മെൻറ്റ് വിച്ച് ഗിവ്സ് ഓറഞ്ച് കളർ ടു ക്യാരറ്റ്. അല്ല, ബീറ്റ കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ഗിവ്സ് റെഡ് കളർ ടു റെഡ് റോസ്. കറക്റ്റാണ്, ആന്തോസയാനിൻ ആണ് റോസിന് റെഡ് കളർ കൊടുക്കുന്നത്. സാന്തോഫിലാണ്. അടുത്തത് എന്താണ്? സാന്തോഫിലാണ് യെല്ലോ കളർ മാരിഗോൾഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 3ഉം 4ഉം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ റോസിന് കളർ കൊടുക്കുന്നത് ആന്തോസയാനിനാണ്, മാരിഗോൾഡിന് കളർ കൊടുക്കുന്നത്, യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിലാണ്. ഇനി എന്താണ് അടുത്ത ചോദ്യം നോക്കാം. റെഡ് സ്പിനാച്ച് ഈസ് എ പ്ലാന്റ് ദാറ്റ് പെർഫോം ഫോട്ടോസിന്തസിസ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ചുവന്ന ചീരയുണ്ടല്ലോ, അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എന്നാണ് ഒരു കുട്ടി പറയുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആൻസർ എന്താണ് പറയുക? യെസ്, ഐ അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ. എന്തുകൊണ്ടാണ്? അതിൻ്റെ കളർ റെഡ് ആണെങ്കിലും അതിൻ്റെ കളർ എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള പല പിഗ്മെൻസിൻ്റെയും കളർ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ കളറ് റെഡ് കളർ കൂടി നിൽക്കുന്നത്. റെഡ് കളർ കൂടി നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം അതിൽ ക്ലോറോഫിൽ ഇല്ല എന്നല്ല, അതിൻ്റെ ഉള്ളിൽ ക്ലോറോഫിൽ ഉണ്ട്. ഓക്കെ, ഡു ആൻ എക്സ്പെരിമെൻറ്റ് പ്രൂവ് യുവർ ഒപ്പീനിയൻ. എക്സ്പെരിമെൻ്റ് എഴുതാൻ പറയുന്നുണ്ട്. അടുത്ത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്ലാന്റ്സ് ടേക്ക് ഇൻ കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് ടേക്ക് ഇൻ ഓക്സിജൻ ഡ്യൂറിങ് റെസ്പിറേഷൻ. ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ ആണ് പ്ലാന്റ്സ് ഉള്ളിലേക്ക് എടുക്കുക. അതാണ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ് കറക്റ്റ് വരുന്നത്. ഡി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. പിക്ചർ 1 അറിയാം എന്താണ്? അത് കസ്ക്യൂട്ടയാണ്. പിക്ചർ 2 പറയുന്നത് വാൻഡയാണ്. പിക്ചർ 3 പറയുന്നത് ലൊറാന്തസ്, നമ്മുടെ ഇത്തിക്കണ്ണിയാണ്. കസ്ക്യൂട്ടേനാണ് മൂടില്ലാത്ത ആളി എന്നൊക്കെ പറയാം അല്ലേ. ഇനി ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് പ്ലാന്റ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, കസ്ക്യൂട്ട ഉണ്ട്, വേണ്ട ഉണ്ട്, അതുപോലെ തന്നെ ലൊറാന്തസ് ഉണ്ട്. വിച്ച് എമോങ് ദീസ് ആർ സെമി പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ് ആൻഡ് എപ്പിഫൈറ്റ്? കസ്ക്യൂട്ടയാണ് ടോട്ടൽ പാരസൈറ്റ്. മുഴുവനായും മറ്റൊരു ചെടിയെ ആശ്രയിക്കുന്ന ആരാണ്? കസ്ക്യൂട്ടയാണ്. അതിന് ഭക്ഷണമോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് മൊത്തം അതിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏത് പ്ലാന്റുമേയാണോ നിൽക്കുന്നത് അതിനെയാണ് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. പാരസൈറ്റ്, ടോട്ടൽ പാരസൈറ്റ്, എപ്പിഫൈറ്റ് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റിലേറ്റഡ് ടു വേണ്ടയെക്കുറിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. തിക്ക് റൂട്ട്സ് ഓഫ് വേണ്ട ഹെൽപ്പ് ടു ക്ലിങ് ഓൺ ടു ദ ട്രീ. ആണോ? വേണ്ടയുടെ കട്ടിയുള്ള റൂട്ട്സ് ആണോ അതിനെ ട്രീയുടെ മുകളിൽ അങ്ങനെ പിടിച്ചു കയറാൻ സഹായിക്കുന്നത്? അല്ല, തിൻ റൂട്ട്സ് ആണ് സഹായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. സ്മോൾ റൂട്ട്സ് ഓഫ് വേണ്ട ഡു നോട്ട് ഹെൽപ്പ് ഇൻ അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ഇവിടെ കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ റൂട്ട്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലിങ് ചെയ്യാൻ, ആ മരത്തിൻ്റെ മുകളിൽ പിടിച്ച് കയറാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. തിക്ക് റൂട്ട്സ് ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, 2 സ്റ്റേറ്റ്മെൻറ്റും തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സ്മോൾ റൂട്ടാണ് തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം ഫോൾസ് ആണ്, 2ഉം ഫോൾസ് ആണ്. ബി ആണ് ആൻസർ വരുന്നത്. ഇനി സി. ഈവൻ ദോ ലൊറാന്തസ് ഹാസ് ഗ്രീൻ ലീവ്സ് വൈ ഈസ് ഇറ്റ് കോൾഡ് എ സെമി പാരസൈറ്റ്? ലൊറാന്തസിന് പച്ചിലകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണത് സെമി പാരസൈറ്റ്?
ആൻസർ വരുന്നത് ലൊറാന്തസ് മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിംഗ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്. ദെർഫോർ പ്ലാന്റ്സ് ലൈക്ക് ലൊറാന്തസ് ആർ സെമി പാരസൈറ്റ്. ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള വെള്ളവും മിനറൽസും അതെടുക്കുന്നത് എവിടെ നിന്നാണ്? ഏത് പ്ലാന്റിൻ്റെ മുകളിലാണോ ഈ ഇത്തിൽക്കണ്ണി, ഇപ്പോൾ മാവിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ മാവിൽ നിന്നാണ് അത് വെള്ളവും അതിന് വേണ്ടിയിട്ടുള്ള മിനറൽസും ഒക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് മുഴുവൻ പാരസൈറ്റ് അല്ല, പക്ഷെ ഒരു പാർഷ്യൽ പാരസൈറ്റ് ആണ്, സെമി പാരസൈറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. പടത്തിൻ്റെ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് ഈസ് ഗിവൺ ബിലോ. പലതരത്തിലുള്ള രോഗങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ട്യൂബർകുലോസിസ്, ക്യാൻസർ, ടൈഫോയിഡ്, ലെപ്രസി, ഹെഡ് ഏക്ക്, ഡയബറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടൂത്ത് ഏക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ദീസ് ഡിസീസസ് അപ്രോപ്രിയേറ്റ്ലി. എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? ആവുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? സ്പ്രെഡ് ആവാത്ത ഡിസീസസ്, ക്യാൻസർ സ്പ്രെഡ് ആവില്ല, ഹെഡ് ഏക്ക് സ്പ്രെഡ് ആവില്ല, ടൂത്ത് ഏക്ക് സ്പ്രെഡ് ആവില്ല, ഡയബറ്റീസ് സ്പ്രെഡ് ആവില്ല. അതൊക്കെ നിങ്ങൾക്ക് ഒരു കാറ്റഗറി ആയിട്ട് കൊടുക്കാം. ഇനി സ്പ്രെഡ് ആവുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? ലെപ്രസി സ്പ്രെഡ് ആവും, ടൈഫോയിഡ് സ്പ്രെഡ് ആവും, ട്യൂബർകുലോസിസ് സ്പ്രെഡ് ആവും. അപ്പോൾ അതൊക്കെ വേറെ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി റൈറ്റ് ഡിഫറെൻറ്റ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദി ബ്രീഡിങ് ഓഫ് മോസ്കിറ്റോസ്. കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. അല്ലേ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സറൗണ്ടിങ്, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. യൂസ് മോസ്കിറ്റോ നെറ്റ്സ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക. അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥകളൊക്കെ പരമാവധി കുറയ്ക്കുക. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം നമുക്ക്. ടെറ്റനസ് ഇസ് എ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. കറക്റ്റ് ആണോ? അല്ല. ദ വൂണ്ട്സ് ഓൺ ദ ബോഡി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് പൊല്യൂട്ടഡ് വാട്ടർ. അങ്ങനെ നമുക്ക് ടെറ്റനസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തത് ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The statement is incorrect and the reason is correct. C ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, മെനി ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സോയിൽ ആൻഡ് പൊല്യൂട്ടഡ് വാട്ടർ. വാട്ട് ആർ ദി മെയിൻ പ്രിക്കോഷൻ ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദിസ് ട്രാൻസ്മിഷൻ? ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെ ഉണ്ട് ആൻസർ. ഫുഡ് വെയർ, ചെരുപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡർട്ടി. ചെളിയായി കഴിഞ്ഞാൽ അതൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇനി ഫുഡിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിലോ വാട്ടറിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിലോ എന്ത് ചെയ്യേണ്ടത്? ഡ്രിങ്ക് ഓൺലി ബോയിൽഡ് വാട്ടർ. നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചിട്ട് ഓക്കെ. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് നോട്ട് ഓൺലി ടു ഹ്യൂമൻസ് ബട്ട് ഓൾസോ എമോങ് അതർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. റൈറ്റ് ടു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദാറ്റ് എഫക്റ്റ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. എഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? അനിമൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? ഡോഗിനെ ആണെങ്കിൽ കെനൈൻ ഡിസ്റ്റംബർ കൊടുക്കാം. പിഗിനാണെങ്കിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ വരാറുണ്ട് പിഗിന്. അതുപോലെ തന്നെ പശുക്കൾക്ക് ലംബി സ്കിൻ ഡിസീസ് വരാറുണ്ട്. കോഴികൾക്കാണെങ്കിൽ ബേർഡ് ഫ്ലൂ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആൻസറായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പ്ലാന്റ്സിന് വരുന്ന ഡിസീസസ് ഏതാണ്? മൊസൈക്ക് ഡിസീസ്, ഇലകളിലൊക്കെ ഇങ്ങനെ കുത്തു പോലെ വരാറുണ്ട്. ബ്രൗൺ ലീവ് സ്പോട്ട് ഡിസീസ് വരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ബഡ് റോട്ട് കോക്കനട്ട്. കണ്ടോ, ആ കോക്കനട്ടിൻ്റെ ആ ഒരു തെങ്ങിൻ്റെ മോൾ ഭാഗം മുഴുവൻ നാശമായി പോയിട്ടുള്ളതാണ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇനി ഒബ്സർവ് ദി ടേബിൾ ഗിവൺ ബിലോ. വേരിയസ് ഡിസീസസ് ആൻഡ് ദ ട്രാൻസ്മിഷൻ വേസ് ആർ ലിസ്റ്റഡ് ഹിയർ. ഓക്കെ, അപ്പോൾ അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ആൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരെണ്ണം നോക്കുക കേട്ടോ. എല്ലാ ഡിസീസും അറിയണമെന്നില്ല. ഇപ്പോൾ ഇതിൽ ഡെങ്കി ഫീവർ എന്തുകൊണ്ടാണ്? ഡെങ്കിപ്പനി എല്ലാവർക്കും അറിയാം, കൊതുക് കാരണമാണ് അല്ലേ. അപ്പോൾ 3യുടെ ഓപ്ഷൻ ഏതാ വരിക? ത്രൂ മോസ്കിറ്റോസ്, കൊതുക് കാരണം. അപ്പോൾ 3-1 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. 3-1 വരുന്ന ഓപ്ഷൻ സിയും ഡിയും വന്നിട്ടുണ്ട്. ഓക്കെ, സിയും ഡിയും വന്നിട്ടുണ്ട്. ഇനി അതിൽ കറക്റ്റ് ആൻസറാണ് നമുക്ക് നോക്കേണ്ടത്. ട്യൂബർകുലോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ത്രൂ കോണ്ടാക്ട് വിത്ത് എഫക്റ്റഡ് ഹ്യൂമൻസ്. അപ്പോൾ 1-4 ആണ് വരിക. 1-4 ട്യൂബർകുലോസിസ് 4 ആണ് വരിക. ഡെങ്കി ഫീവറിൻ്റെ ത്രൂ മോസ്കിറ്റോസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ 1-4 വരുന്ന ആൻസർ ഏതാണ്? സി ആണ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇൻ ആൻ ഏരിയ 2 children were affected by a communicable disease. Both of them can't take medicine for the disease, but one of them got it worse. Why do you think the disease became severe in one child? 2 കുട്ടികൾക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇങ്ങനെ പകരുന്ന അസുഖം വന്നു. പക്ഷേ 2 പേർക്കും മെഡിസിൻ എടുക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല, എന്നാൽ മറ്റൊരു കുട്ടിക്ക് ആ ഒരു വയ്യായ കൂടിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പലരിലും ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു കുട്ടിയുടെ പോലെ ആവില്ല മറ്റേ കുട്ടിക്കുള്ളത്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് അസുഖം കൂടുതൽ വന്ന കുട്ടിക്ക്, സിവിയറായ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് അവൻ്റെ അസുഖം കൂടിയത്.
Conjunctivitis is a disease transmitted through contact with an infected person. What are the precautions to prevent diseases spread? Contact through വരുന്ന ഡിസീസസ് സ്പ്രെഡ് ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? അവോയ്ഡ് കോൺടാക്ട് വിത്ത് എ പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റുമായിട്ടുള്ള സമ്പർക്കം കഴിയതും ഒഴിവാക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ഓപ്പൺ. എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കീപ് യുവർ സെൽഫ്സ് ക്ലീൻ, അല്ലേ? നമ്മുടെ ശരീരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്? നല്ലൊരു ഹാബിറ്റ് അല്ലാത്തത് ഏതാണ്? ഹാൻഡ്സ് ആർ വാഷ്ഡ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിഞ്ഞ് മാത്രം കൈ കഴുകിയാൽ പോരാ. അപ്പോൾ അത് ഒന്നാമത്തെ ബാഡ് ഹാബിറ്റാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഹാബിറ്റ് ഓഫൺ ഈറ്റ് ഫുഡ് ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ. തുറന്നു വെച്ച ഭക്ഷണ സാമഗ്രികൾ കഴിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നോട്ട് എ ഗുഡ് ഹെൽത്ത് ഹാബിറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. 1 and 4 ആണ്. Okay, given below is a board exhibited in a biodiversity park. What are the functions of water in plants? Water എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫങ്ഷൻ ഓഫ് പ്ലാന്റ്സ് ഇതാണ് ആൻസർ വരുന്നത്. ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഇലയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ ഒരു മരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് വെള്ളമാണ്. ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ് മിനറൽസ് ടു ദ ലീവ്സ്. റൂട്ട്സിൽ നമ്മൾ വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? അത് ലീഫിലേക്കും ട്രീയുടെ മുകൾ ഭാഗത്തേക്കും ഒക്കെ എത്തണമെങ്കിൽ അത് വെള്ളത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. ടു മെയിൻറ്റെയിൻ ദി സ്ട്രക്ചർ ഓഫ് ദ ബോഡി. ആ ട്രീ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ ആ ഷേപ്പൊക്കെ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്താണ്? വെള്ളം കൂടിയേ തീരൂ. ഓക്കെ, അപ്പോൾ ഷുഗറും വാട്ടറും കൂടി മിക്സ് ചെയ്താൽ ഷുഗർ വാട്ടർ ഉണ്ടാക്കാം. സോൾട്ടും വാട്ടറും കൂടി മിക്സ് ചെയ്താൽ സോൾട്ട് വാട്ടർ ഉണ്ടാക്കാം. വാട്ടറും സോപ്പ് പൗഡറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വാട്ടറും സോപ്പ് പൗഡറും കൂടി മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഗമ്മും. റൈറ്റ് ഡൗൺ ദി സൊല്യൂട്ട് യൂസ്ഡ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ നമ്മൾ ഇടുന്ന സൊല്യൂട്ട് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ മേക്ക് യൂസ് ഓഫ് സോൾവെൻറ്റ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ? സോൾവെൻറ്റ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണെന്നാണ്. ഇത്രയാണ് അന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു. ഓക്കെ, ഏതാണ് സിറ്റുവേഷൻ? ഇതിലെ 2ഉം 3യും ആണ് ആൻസർ വരുന്നത്. വാഷിംഗ് ക്ലോത്ത്സും മേക്കിംഗ് സോഫ്റ്റ് ഡ്രിങ്ക്സും. കേട്ടോ, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ നമ്മൾ സോപ്പ് പൊടിയൊക്കെ അതിൽ കലക്കും. അതുപോലെ തുണി മുക്കി വെച്ച് കഴിഞ്ഞാൽ ഡേർട്ടൊക്കെ വെള്ളത്തിൽ മിക്സ് ആവും. അപ്പോൾ അത് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ.